ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ഗത്സമന തോട്ടത്തിലെ പ്രാർത്ഥനയെക്കുറിച്ചാണ്. ആ പ്രാർത്ഥനയ്ക്ക് വരുന്നത് വരെ ഈ ലോകത്തിൽ ജീവിച്ച ശേഷം അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഈ കാലഘട്ടത്തിലെല്ലാം യേശു അതേവരെ അഭിമുഖീകരിക്കാത്തത് എന്തെങ്കിലും ഉണ്ടോ? ചിലപ്പോൾ എല്ലാവരും പറയാൻ സാധ്യതയുണ്ട് കല്യാണമാണ്. ഞാൻ അതിനെക്കുറിച്ചല്ല ചോദിച്ചത്. യേശു അഭിമുഖീകരിക്കാത്ത വേറെ എന്തെങ്കിലും കാര്യങ്ങൾ? ക്രൂശിനെ അഭിമുഖീകരിച്ചിട്ടില്ല, അതോടെ കഴിയുമല്ലേ? വേറെ എന്തെങ്കിലും? ഞാൻ എൻ്റെ ഒരു ആശയം എന്താണെന്ന് ചോദിച്ചാൽ, യേശു അതേവരെ പാപത്തെ അഭിമുഖീകരിച്ചിട്ടില്ല. ഞാനത് പറയാനിരിക്കുമായിരുന്നെന്ന് ഒരു 3-4 പേരെങ്കിലും പറയുന്നുള്ളതായിരുന്നു എനിക്കറിയാം. നിങ്ങൾ തെറ്റായിട്ടുള്ള ഒരു ആൻസർ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ പരിഹസിച്ചൊരു കാര്യം ഈ അടുത്ത കാലത്തെങ്ങും പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയാണ്. ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കണം, എനിക്ക് അയച്ചു തരണം, വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവോടെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ആ സാഹചര്യം നമുക്കറിയാം. ശിഷ്യന്മാർ 2-3 പേരെ കൂടെ കൂട്ടിയാണ് വരുന്നത്. ഈ 3 ശിഷ്യന്മാരെ പല സ്ഥലത്തും യേശു കൂട്ടിയിട്ടുണ്ട്, അല്ലേ? അവരെ ഇന്നർ സർക്കിൾ എന്ന് ഇംഗ്ലീഷിൽ പറയും, അല്ലെങ്കിൽ കോക്കസ് എന്നൊക്കെ വേണേൽ പറയാം. മറ്റുള്ളവർ ചിലപ്പോൾ പുറത്തുള്ളവർ അങ്ങനെ പറയും. യേശുക്രിസ്തു പ്രത്യേക ശുശ്രൂഷകളിൽ മാത്രം അടുപ്പിച്ചു നിർത്തിയ 2-3 പേർ. അവർ 3 പേരാണുള്ളത്. ഫിലിപ്പോസിനെ അപൂർവമായിട്ട് ഒരു തവണ മറ്റൊരു സാഹചര്യത്തിൽ ഫിലിപ്പോസോട് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഈ 3 പേരാണ് ഈ ശുശ്രൂഷകർ അല്ലെങ്കിൽ ഈ ശിഷ്യന്മാർ. അവരുമായിട്ടാണ് ഗെത്സമനയിലോട്ട് പോകുന്നത്. എനിക്ക് ഇതിൽ ഏറ്റവും രസകരമായി തുടങ്ങിയ എൻ്റെ തുടക്ക ഭാഗത്തില് ഒരു വസ്തുതയാണ്. എന്തായാലും ഒരു വാക്യം ഒന്ന് വായിക്കാം. മർക്കോസ് 14:32 വായിക്കാം. യേശു അവനോട്, ഇനി ഈ രാത്രിയിൽ തന്നെ 14:32 അവർ ഗെത്സമനി എന്നു പേരുള്ള തോട്ടത്തിൽ വന്നാറെ അവൻ ശിഷ്യന്മാരോട്, ഞാൻ പ്രാർത്ഥിച്ചു തീരുവോളം ഇവിടെ ഇരിപ്പിനെന്ന് പറഞ്ഞു. പിന്നെ അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഭ്രമിപ്പാനും വ്യാകുലപ്പെടുവാനും തുടങ്ങി. എന്റെ ഉള്ള മരണവേദന പോലെ ദുഃഖിതമായിരിക്കുന്നു, ഇവിടെ ഉണർന്നിരിപ്പിനെന്ന് അവരോട് പറഞ്ഞു. പിന്നെ അല്പം മുമ്പോട്ട് ചെന്ന് നിലത്ത് വീണു. കഴിയുമെങ്കിൽ ആ നാഴിക നീങ്ങിപ്പോകണമെന്ന് പ്രാർത്ഥിച്ചു. അബ്ബാ പിതാവേ, നിനക്ക് എല്ലാം കഴിയും, ഈ പാനപാത്രം എല്ലാം നിന്ന് നീക്കണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല നീ ഇച്ഛിക്കുന്നതത്ര ആകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അവൻ വന്ന് അവിടെ അവർ ഉറങ്ങുന്നത് കണ്ട പത്രോസിനോട്, ശിമോനേ, നീ ഉറങ്ങുമോ? ഒരു നാഴിക ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. എനിക്ക് തെറ്റിയാണ്, ഞാൻ 32 എഴുതിയിരുന്നത്. ഓക്കെ, എനിക്ക് ആ വാക്യമാണ് ഞാനിപ്പോൾ വായിക്കാൻ ആഗ്രഹിച്ചത്. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. അപ്പൊ എന്തായാലും വായിച്ച് നിങ്ങൾ കേട്ടില്ല, ഞാൻ പറയേണ്ടി വന്നില്ല. യേശു എല്ലാ ശിഷ്യന്മാരുമായിട്ടാണ് വന്നത്. പക്ഷെ ബാക്കിയുള്ള 9 പേരെയും അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ല. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് വാഴ്ത്തപ്പെടുന്ന 12 ശിഷ്യന്മാരെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര മാതൃകയായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ യഹൂദനൊഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ എല്ലായിടത്തും ഉപയോഗിക്കാറുമുണ്ട്. അതിൽ 9 പേരോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കേണ്ടെന്ന്. അങ്ങനെ പറഞ്ഞില്ല. ഈ വാക്യത്തിൽ നിന്ന് ഞാൻ അങ്ങനെ ഒരു നിഗമനത്തിലെത്തുകയാണ്. നിങ്ങളിവിടെ ഇരിക്കാനേ പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും തൽക്കാലം ഈ വിഷയത്തിലൊരു കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് പിന്നീട് നമുക്ക് മനസ്സിലാകും കേട്ടോ. ഒരു കാര്യം മനസ്സിലാക്കുക, പ്രാർത്ഥന എല്ലാവർക്കും ഇല്ല. പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ട അവസാനത്തെ ദിവസവും കഴിഞ്ഞിട്ടും പരീക്ഷാ ഫീസ് അടയ്ക്കാത്തവന്റെ അടുത്ത് ആരെങ്കിലും പഠിക്കാൻ പറയൂ? നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേ, അത് ശിഷ്യന്മാർക്ക് വേണ്ടി ഒന്നും അല്ല പറയുന്നത്.
ഹോൾ ടിക്കറ്റ് കിട്ടാത്തവനടുത്ത് പരീക്ഷയ്ക്ക് പോകാൻ ആരെങ്കിലും പറയൂ? ഇല്ല. പരീക്ഷ മുമ്പിലുള്ളവന് പിമ്പിൽ പ്രാർത്ഥനയുണ്ട്. പരീക്ഷ മുമ്പിലുള്ളവന് പിമ്പിൽ പ്രാർത്ഥന വേണം. ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. ഇനി യേശു ഈ തെരഞ്ഞെടുത്ത 3 പേര് അവിടെ ചെന്ന് എന്താ ചെയ്തതെന്ന് നമുക്കറിയാം, അല്ലേ? പ്രസംഗ സമയത്ത് ഒരു 20% എല്ലാ ചർച്ചകളിലും ചെയ്യുന്ന അതേ എക്സസൈസ്, അതേ വ്യായാമം അവരും വളരെ നന്നായിട്ട് ചെയ്തു തീർത്തു. പത്രോസിനോട് യേശു പ്രത്യേകം ചോദിച്ചു, അല്ലേ? 3 പേര് ഉറങ്ങിയിട്ടും ആരോടാ ചോദിച്ചത്? സത്യം പറഞ്ഞ യേശു നീതിയാണ് ചെയ്തതെന്ന് തോന്നുന്നുണ്ടോ? പേര് പറഞ്ഞ് മറ്റ് 2 പേരുടെ കാര്യം കൂടെ പറയണമായിരുന്നു. പക്ഷെ പത്രോസിന് ദൈവം വെച്ചൊരു തെരഞ്ഞെടുപ്പ് പ്രത്യേകമുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ നോക്കുമ്പോൾ ലോകത്തെ എല്ലാ മേഖലകളിലും നിങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതായിട്ട് തോന്നും. നിങ്ങൾ പ്രയാസം അനുഭവിക്കുന്നവരായിട്ട് തോന്നും. മറ്റാർക്കും ഇല്ലാത്ത പ്രയാസത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതായിട്ട് തോന്നും. എങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളുടെ മേൽ ദൈവം ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പ് വെച്ചിട്ടുണ്ട്. അത് തിരിച്ചറിയാനും അതിലേക്ക് എത്താനും നിങ്ങൾ ശ്രമിക്കും. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിന് സഹായിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒരു കൂട്ടരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടില്ല. അടുത്ത 3 പേരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവരോട്ട് പ്രാർത്ഥിച്ചുമില്ല. പത്രോസ് കാര്യമായിട്ട് ഉറങ്ങി. ഇനി ഈ പ്രാർത്ഥനയുടെ ഒരു വിഷയം നിങ്ങൾക്കറിയാം. യേശുവിന്റെ പ്രാർത്ഥനയുടെ പ്രധാന വിഷയം എന്താ? പാനപാത്രമാണ് വിഷയം. പാനപാത്രം എന്ന് പറഞ്ഞാൽ യേശു അനുഭവിക്കാൻ പോകുന്ന കഷ്ടതയെക്കുറിച്ചാണ് ആ പാനപാത്രം എന്ന് പറയുന്ന ആ വാക്ക് ഉപയോഗിക്കുന്നത്. ഇത് നീങ്ങിപ്പോണം. കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങും. എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ഈ പാനപാത്രം, ഇതിനകത്തൊരു ചെറിയൊരു ഈ ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ശാസ്ത്രീയമായിട്ട്. എന്താന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ആ ചിന്ത വളരെ ഇച്ചിരി സ്ട്രേറ്റ് ആയിരിക്കും. യേശുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന പുത്രൻ, അല്ലേ? പുത്രൻ പിതാവിനോട് ചോദിക്കുന്നു. എത്ര തവണ ചോദിച്ചു? 3 തവണ ചോദിച്ചു, ഈ പാനപാത്രം മാറ്റാൻ പറ്റുമോ? ന്യായമായിട്ടും അവർ തമ്മിൽ ഇങ്ങനൊരു ചോദ്യം വരേണ്ട കാര്യമുണ്ടോ? നമ്മൾ വായിക്കുന്ന അനുസരിച്ച് സ്വയം മുൻകൈ എടുത്ത് താഴോട്ട് വന്നയാളാണ് യേശുക്രിസ്തു, അല്ലേ? തന്നെത്താൻ ഒഴിച്ച് ഭൂമിയിലേക്ക് വന്നയാളാണ്. അങ്ങനെയാണെങ്കിൽ യേശുവും ദൈവവും തമ്മിൽ ഒരു അഭിപ്രായ ഭിന്നതയുള്ളതായിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഇവൻ പിന്നെ ദുരുപദേശം പറഞ്ഞുകൊണ്ട് വരികയെന്ന് ചിലത് അന്ന് ഇപ്പൊ തന്നെ മനസ്സിൽ കരുതി കൂട്ടി. ദൈവത്തിന് സ്തോത്രം. തീർച്ചയായിട്ടും യേശുവിന്റെ ക്രൂശിലുള്ള ഒത്തിരി സംഗതികൾ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ മുമ്പ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. യേശു നിലവിളിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. അതല്ല എന്നുണ്ടെങ്കിൽ യേശുവിനെ കൈവിട്ടതായിട്ട് നമ്മൾ ആരെങ്കിലും അറിയുമോ? ഇല്ല. പക്ഷെ ഇതിപ്പോ ശത്രുക്കൾ പറയുന്നുണ്ട്, എടാ നിങ്ങളുടെ ദൈവം അവിടെ കിടന്ന് മറ്റേ 2 പേര് ചുമ്മാ ഇരിക്കുമ്പോൾ അവിടെ കിടന്ന് നിലവിളിച്ച ആളല്ലേ നിങ്ങളുടെ ദൈവം എന്ന് ചോദിക്കാറുണ്ട്. അവനിത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാത്തവന്റെ മേളിൽ പാപം കയറി ആ പാപത്തിന്റെ ഉത്തരവാദിത്വമായി വഹിച്ചുകൊണ്ട് പോകുമ്പോ അപ്പാന്ന് അതുവരെ വിളിച്ചയാള് ആ സമയത്ത് ദൈവമേ എന്ന് വിളിച്ച് എന്നെ കൈവിട്ടു എന്നും പറയുമ്പോ ദൈവവും അവരും തമ്മിലുള്ള ബന്ധത്തിൽ എന്തായിരുന്നു എന്നും പാപനിമിത്തം വന്ന മാറ്റം എന്താണെന്നും പാപത്തിന്റെ ഏറ്റവും വലിയ പ്രയാസം, അതിന്റെ ഏറ്റവും വലിയ ദോഷകരമായ അവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ആ നിലവിളി. 4 വാക്കിലുള്ള ഒരു നിലവിളിയാണ്. പക്ഷെ ആ നിലവിളിക്ക് വലിയ ഒരു അർത്ഥമുണ്ട്. ഇതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുപോലെ ഇവിടെ ഈ 3 തവണ ഇത് കാര്യം പ്രാർത്ഥിക്കുമ്പോൾ യേശു നിൽക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ
നമ്മളെപ്പോലെ ഒരു മനുഷ്യന്റെ വസ്ത്രത്തിലാണ് യേശു നിൽക്കുന്നത്. യേശു ദൈവത്വത്തിലല്ല അവിടെ നിൽക്കുന്നത്. ആരായിട്ടാണ്? മനുഷ്യൻ. ഈ മനുഷ്യന്റെ രണ്ട് ഭാഗങ്ങൾ പ്രാർത്ഥനയുടെ ഓരോ ഭാഗത്തുമുണ്ട്. ആദ്യത്തെ ഭാഗം മനുഷ്യന്റെ ഭാഗമാണ്. എന്ത്? അല്ലെങ്കിൽ ജഡത്തിന്റെ സ്വഭാവമാണ്. കഴിയുമെങ്കിൽ പാനപാത്രം നീങ്ങിപ്പോണം. അടുത്തത് ആത്മാവിന്റെ സ്വഭാവം. എന്താണ്? എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് യേശുക്രിസ്തു തൊട്ടടുത്ത് വീണ്ടും പറഞ്ഞത് ശിഷ്യന്മാരോട്. അവിടെ തന്നെ പറഞ്ഞു. മനസ്സിലായില്ലേ? ജഡം ബലഹീന, ആത്മാവ് ഒരുക്കമുള്ളത്. നമ്മൾ ഇതേ പ്രയാസങ്ങളാണ് പലപ്പോഴും. നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് ഈ ആത്മാവിനോട് പൊരുത്തപ്പെടാത്ത ഒരു എതിർക്കുന്ന ഹോസ്റ്റൽ നേച്ചറുണ്ട്. ഇത് മനസ്സിലാക്കി തരുന്ന ഏറ്റവും നല്ലൊരു വചനഭാഗമായി യേശുക്രിസ്തു അതിലൂടെ കടന്നുപോയി നമുക്ക് മാതൃകയായിട്ട് കാണിച്ചു തരിക. പ്രതിസന്ധി മുമ്പിലുണ്ടെങ്കിൽ പ്രാർത്ഥനയോടെ അതിനെ അഭിമുഖീകരിക്കണം. ഇതാണ് പ്രത്യേകാൽ നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരു 3 പേർക്ക് യേശു വിളിച്ച് കൂടെ ഇരുത്തി പറഞ്ഞു കൊടുത്തത്. അവർക്ക് പക്ഷേ അത് സ്വീകരിക്കാൻ പറ്റിയില്ല. ദൈവത്തിന് സ്തോത്രം. പരീക്ഷകൾ മുമ്പിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിന് ഏറ്റവും നല്ല മാതൃക യേശുക്രിസ്തു കാണിച്ചു തന്നാണ്. പാപം ചെയ്യാത്തവന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ദൈവമായിട്ട് ഒരു ബന്ധത്തിലും പ്രയാസമില്ലാത്ത ഒരാൾക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഒരു പ്രയാസവും ഇല്ല, പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യവുമില്ല. പക്ഷേ മനുഷ്യൻ എന്ന് പറയുന്ന സ്ഥാനത്ത് പ്രാർത്ഥന ആവശ്യമാണ്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ, മനുഷ്യനായിട്ട് വന്ന യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ ഏറ്റവും അവസാന പരീക്ഷയിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പ് എത്തി നിൽക്കുക. ഇവിടെ പ്രാർത്ഥന ആവശ്യമാണ്. ഈ മാതൃക ശിഷ്യന്മാർ കാണിച്ചു കൊടുക്കുക. എത്രമാത്രം തീഷ്ണതയോടെ, എത്രമാത്രം താല്പര്യത്തോടെ പ്രാർത്ഥിക്കണം എന്നുള്ളത് ഇവിടെ ശിഷ്യന്മാർക്ക് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കുക. പ്രാർത്ഥന വാചകങ്ങളൊന്നും ഒത്തിരിയില്ല, പക്ഷെ പ്രാർത്ഥനയ്ക്ക് സമയമുണ്ട്. ഓരോ നാഴിക, ഓരോ സമയം, ഓരോ പ്രാർത്ഥനയുടെ ഇടവേളയായിട്ട് പറയുന്നത്. ഏറ്റവും കുറഞ്ഞ ഒരു അരമണിക്കൂറെങ്കിലും കൂട്ടാം. പക്ഷെ പ്രാർത്ഥിച്ച വാക്കുകൾ എത്ര ഉണ്ട് നമ്മൾ കേൾക്കുന്നത്? 2 സെന്റൻസ് മാത്രമേ ഉള്ളൂ. ഇത് നീങ്ങിപ്പോണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല. ഇത് 3 തവണയെ പറഞ്ഞുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. 3 തവണയെ പ്രാർത്ഥിച്ചു. പൗലോസിന് പിന്നീട് കിട്ടിയ മാതൃക ഇവിടുന്നാണ്. ദൈവത്തിന് സ്തോത്രം. തൻ്റെ മുള്ള് നീങ്ങിപ്പോകാൻ, അല്ലേ, തൻ്റെ നിഗളിച്ചു പോകാതിരിക്കാൻ ദൈവം കൊടുത്ത മുള്ള് നീങ്ങിപ്പോകാൻ പ്രാർത്ഥിച്ച 3 തവണ. ദൈവത്തിന് സ്തോത്രം. ജഡം എന്ത് പറയുന്നു, ആത്മാവ് എന്ത് പറയുന്നു? മിക്കവാറും സമയത്ത് നമ്മൾ ജഡത്തെയാണ് കേൾക്കാൻ സാധ്യത. യേശുക്രിസ്തു ഇവിടെ ശരിയായ ഒരു മനുഷ്യന്റെ പ്രകൃതമാണ് കാണിച്ചത്. നമുക്കെല്ലാവർക്കും പ്രതിസന്ധി അഭിമുഖീകരിക്കാൻ താല്പര്യം ഉണ്ടായിട്ടല്ല. ഇനി യേശുക്രിസ്തുവിനെ ദൈവത്തെയും കൂടെ നമ്മൾ ഈ സമയത്ത് ചിന്തിച്ചു നോക്കുക. ദൈവത്തിന്റെ താല്പര്യം എന്താണ്? ഈ പദ്ധതി നടപ്പാകണം. സ്വർഗം മൊത്തമായിട്ട് ഇതിലോട്ട് ഉറ്റുനോക്കിയിരിക്കുകയാണ്. അവിടെയാണ് പുത്രൻ പതറുന്നത് പോലെ കാണുന്നത്. ഇവിടെയാണ് നമ്മൾ ആ മനുഷ്യനെ കാണുന്നത്. നമ്മൾ പരിശുദ്ധാത്മാവിൽ നമ്മുടെ ആശ്രയം അർപ്പിക്കേണ്ടതിന്റെ ഏറ്റവും പ്രാധാന്യം ആയ ഒരു വസ്തുതയും ഇത് തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മളാൽ ഇത് കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. പരിശുദ്ധാത്മാവിനാൽ മാത്രമേ നമുക്ക് ഈ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. പരിശുദ്ധാത്മാവിന്റെ സഹായവും ഉപദേശവും ഇല്ലാതെ നേരോടെ ജീവിക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ളത് 100% സത്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി ഈ പരീക്ഷയിൽ കൂടെ ഇരുന്ന 2-3 പേരെ കുറിച്ച് 1-2 കാര്യങ്ങൾ. മത്തായി 26:35 അവരെ കുറിച്ചൊരു അവരുടെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത്. നിന്നോട് കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് പത്രോസ് അവനോട് പറഞ്ഞു. അതുപോലെ തന്നെ ശിഷ്യന്മാർ എല്ലാവരും പറഞ്ഞു. ഇപ്പൊ ആരൊക്കെ പറഞ്ഞു? 12 പേരും പറഞ്ഞു. പക്ഷെ ആരെ പേരിൽ എഴുതി? ലോകത്തേത് ക്രിസ്ത്യാനിയോടും യേശുവിനെ തള്ളി പറഞ്ഞ ശിഷ്യന്റെ പേര് പറയാൻ പറഞ്ഞ ആരുടെ പേര് പറയും? പത്രോസിന്റെ പേര് പറയും. ബാക്കി എല്ലാവരും എന്തോ പറഞ്ഞ്?
അവർക്കിത് പറയാൻ പോലും അറിഞ്ഞുകൂടാ. ആകെ അറിയാവുന്നത് പത്രോസ് പറയുന്നത് അങ്ങ് പറയുക. അവൻ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് അവരെല്ലാം എന്തുവന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ എന്ത് ചെയ്തു, ഇത് പറഞ്ഞു. സംഭവം നടന്നപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? യേശു ചോദിച്ചു, നിങ്ങൾക്ക് ആരെയാ വേണ്ടത്? അത് നസറായനായ യേശു, അത് ഞാൻ. അപ്പോൾ ഇവർക്ക് പോകാമല്ലോ, പോവാം. പിന്നെ പ്രൈസലോട് വീട്ടിൽ നിന്നാണ് കേട്ട്. യോഹന്നാനും പത്രോസും ഒഴികെ ബാക്കി മുഴുവൻ പേരുടെയും പ്രൈസലോട് കേട്ടത് എവിടുന്ന? വീട്ടിൽ നിന്നാണ് കേട്ടത്. പക്ഷെ അവരെ കുറിച്ച് ആരെങ്കിലും പരാതി ഉണ്ടോ? പരാതി ആരെ കുറിച്ചേ ഉള്ളൂ? പത്രോസിനെ കുറിച്ചേ ഉള്ളൂ. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞു, പരാതി ഇപ്പോഴും പത്രോസിനെ കുറിച്ചേ ഉള്ളൂ. കൂട്ടത്തിൽ നിങ്ങൾ എന്ത് പാടിയാലും തെറ്റാവത്തില്ല. ഉദാഹരണത്തിന് ബഹറിലെ പെന്തക്കോസ്തുകാർ മൊത്തം നാളെ തീരുമാനിക്കുകയാണ്, നാളെ ഒരു ദിവസം എല്ലാവർക്കും ഒരു 60 മില്ലി ബ്രാൻഡി വെച്ച് കുടിക്കാമെന്ന് അങ്ങ് തീരുമാനിച്ചു. എല്ലാവരും കുടിച്ചു. കുടിക്കാത്തവനെ പാവിയാവും. കുടിക്കാത്ത ഒരാളുണ്ടെങ്കിൽ അവൻ പാവിയാവും. ബാക്കി എല്ലാവരും ആത്മാവിൽ നിറഞ്ഞു നിൽക്കും. ഞാൻ ഒരാശയം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ അതുപോലെ നാളെ തൊട്ട് ആചരിക്കാൻ ഇയാൾ പ്രസംഗിച്ചെന്നും പറഞ്ഞെടുത്തുകൊണ്ട് പോകണം. ദൈവത്തിന് സ്വാമി. 9 പേരും ഓടി ഒളിച്ചു. അവരുടെ പേരിൽ ഒരു പരാതിയില്ല, ഒരു കുറ്റവുമില്ല. അവരാരും ഒരു മര്യാദ വാക്കോ ക്ഷമാപണമോ ഒന്നും പറഞ്ഞിട്ടില്ല. മെജോറിറ്റി എന്നും ഇങ്ങനെയാണ്. അവർ തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ മെജോറിറ്റി അവരെ കൂടെ ഉള്ളത് കൊണ്ട് അതൊരിക്കലും തെറ്റായി വരത്തില്ല. ഇനി പത്രോസ് അകത്ത് കയറി ആ വസ്തുതയെക്കുറിച്ച് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഞാൻ ആ വാക്യം ഇതേവരെ വായിച്ചില്ല. ആ വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാൻ 18-ന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യം. മറ്റൊരു ശിഷ്യനും യേശുവിന്റെ പിന്നാലെ ചെന്നു. ആ ശിഷ്യൻ മഹാപുരോഹിതന് പരിചയമുള്ളവനാകയാൽ യേശുവിനോട് കൂടെ മഹാപുരോഹിതന്റെ നടുമുറ്റത്ത് കടന്നു. പത്രോസ് വാതിൽക്കൽ പുറത്തു നിൽക്കുമ്പോൾ മഹാപുരോഹിതന് പരിചയമുള്ള മറ്റേ ശിഷ്യൻ പുറത്തു വന്ന് വാതിൽ കാവൽക്കാരത്തെ പറഞ്ഞു. പത്രോസിനെ അകത്തു കയറ്റി. വാതിൽ കാക്കുന്ന ബാല്യക്കാരത്തി പത്രോസിനോട്, നീയും ഈ മനുഷ്യന്റെ ശിഷ്യന്മാരിൽ ഒരുവനോട് ചോദിച്ചു? അല്ല എന്ന് അവൻ പറഞ്ഞു. മതി. പത്രോസിനെ കുറിച്ച് എല്ലാവരും ആക്ഷേപമായിട്ട് പറയുന്നുണ്ട്. ശിഷ്യന്മാരെല്ലാം വീട്ടിലെത്തിയപ്പോഴും പത്രോസ് കുറച്ച് ഗ്യാപ്പിട്ട് നടന്ന യേശുവിൻ്റെ കൂടെ യേശു പോകുന്നിടത്തെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിനെ മഹാപുരോഹിതന്റെ വീട്ടിന്റെ മുമ്പിലെത്തിയപ്പോൾ അകത്തോട്ട് കയറാൻ എല്ലാവർക്കും അവകാശമില്ല. മഹാപുരോഹിതനെ യോഹന്നാന് പരിചയമുണ്ട്. അതാണ് മറ്റേ ശിഷ്യൻ എന്നോട് എഴുതിയേക്കുന്നത്. എഴുത്തുകാരനായതുകൊണ്ട് എഴുതിയേക്കുന്നത്. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഈ മറ്റേ ശിഷ്യൻ വാതിൽ കാവൽ നിൽക്കുന്ന ആളിനോട് വന്ന് പറഞ്ഞ് പത്രോസിനെ അകത്തോട്ട് കയറ്റി. അവിടെ തുടങ്ങി ആദ്യത്തെ പരീക്ഷ. കാര്യം കോഴി ഒപ്രാളപ്പെട്ട് നിൽക്കുക. അതിനു മുമ്പ് ഇത് 3 എണ്ണം തീർക്കണം. ദൈവത്തിന് സ്വാഗതം. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ ഏക പദ്ധതി എന്ന് പറഞ്ഞാൽ പാപികളെ രക്ഷിക്കുക എന്നുള്ളതാണ്. പാപത്തിന് പരിഹാരം ചെയ്യുക എന്നുള്ളതാണ്. അതിന് ആദം തുടങ്ങിയുള്ളവർ കാത്തിരിക്കുക. അവസാനത്തെ ആദാം ഈ പദ്ധതിക്കായിട്ട് വന്നേക്കുന്നയാളാണ്. ഇത് നിവർത്തിക്കാൻ പോകുന്ന സമയത്താണ് ഈ പ്രാർത്ഥന നടക്കുന്നത്. രക്തം പോലെ വിയർപ്പൊഴുകി, അല്ലെങ്കിൽ കണ്ണുനീര് അതുപോലെ ഒഴുകി പ്രാർത്ഥിച്ച് ആണ് അതിലേക്ക് സമീപിക്കുന്നത്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ആ ശരീരവേദനയല്ല യേശുവിനെ ആ പ്രാർത്ഥനയിലേക്ക് എത്തിക്കുന്നത്. മാനസികമായിട്ട് അനുഭവിക്കുന്ന ഒത്തിരി പ്രയാസങ്ങളുണ്ട്. കാര്യം ആ നിലവിളി തന്നെയാണ് ഏറ്റവും അവസാനത്തെ ഒരു സൂചന. കാര്യം അവർ തമ്മിലുള്ള ആ വേർപാട് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു വേർപാട് അവർ തമ്മിലുണ്ടായി. കാര്യം നമുക്കുള്ളൊരു പ്രത്യേകത അതാണ്. കാര്യം യേശുവിന് ഒരു തവണ ദൈവമായിട്ട് ഒരു വേർപാട് അനുഭവിക്കേണ്ടി വന്നു. പക്ഷെ നമുക്കൊരിക്കലും ദൈവവുമായിട്ടൊരു വേർപാട് അനുഭവിക്കേണ്ടി വരത്തില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ ഇടയിൽ യേശു നിൽക്കുന്നുണ്ട്. യേശുവിന് ആ സാധ്യതയില്ലായിരുന്നു. യേശുവിന്റെ മേൽ പാപം കയറിയപ്പോൾ തൊട്ട് ഇടയ്ക്ക് നിൽക്കാൻ ആരുമില്ല. അപ്പുറത്തെ ദൈവമേ ഉള്ളൂ. അവർക്ക് ബന്ധം വിച്ഛേദിച്ചേ ഒക്കൂ. മനസ്സിലാവുന്നുണ്ടോ? പാപത്തിലേക്ക് നോക്കാൻ കഴിയാത്ത കണ്ണുള്ളവനായിട്ട് ദൈവം നിൽക്കുമ്പോൾ ഇതിനിടയ്ക്ക് എന്ത് പറ്റും? അവർ ബന്ധം വേർതിരിക്കുന്നു. നമുക്ക് ഈ പ്രശ്നമില്ല. യേശു ക്രിസ്തു എന്തുകൊണ്ട്? യേശു ക്രിസ്തു ഇതിനിടയ്ക്ക് നമ്മുടെ പാപങ്ങളെ വഹിച്ച് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഈ പ്രയാസമില്ല. ദൈവത്തിന് സ്തോത്രം. പിന്നെ യേശു ക്രിസ്തുവിന്റെ ഒരു മഹത്വകരമായ ഒരു വസ്തുത അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എമ്മൗസിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു. ആ പോകുന്ന ഒരാളുടെ പേര് നിങ്ങൾക്കറിയാം. ഒരാളുടെ പേരെ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ലൂക്കോസ് അത് എഴുതിയേക്കുന്നത്. അത് നമുക്കറിയാം.
ക്ലെയോപ്പാവ് എന്ന അയാളുടെ പേര്. മറ്റേയാളുടെ പേര് ലൂക്കോസിന് കിട്ടിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരുള്ളപ്പോഴാണ് ലൂക്കോസ് ഇത് എഴുതുന്നത്. അങ്ങനെയുള്ളിടത്ത് അന്വേഷിച്ചിട്ടും ഈ ആളുടെ പേര് കിട്ടിയില്ല. പിന്നെ പറയുന്ന ഒരു സാധ്യതയുണ്ട്, ക്രൂശിങ്കൽ ഇരുന്ന ക്ലെയോപ്പാവിന്റെ ഭാര്യ അത് ഈ ക്ലെയോപ്പാവ ആണെന്നാണ് ഒരു വിശ്വാസം. മനസ്സിലായോ? അവരാണെന്ന് ഒരു വിശ്വാസം. അതിന് ഉറപ്പില്ല. ഈ കൂടെ പോയേക്കുന്നത് 2 പേരാണെന്നേ അറിയാവൂ. ഈ മറ്റേ ആളുടെ പേര് പറഞ്ഞിട്ടില്ല. ഇത് ഈ അസംഷൻ ആണെങ്കിൽ അസംഷൻ ആണെന്നേ പറയാവൂ. നമ്മൾ എവിടെ പറഞ്ഞാലും കാര്യം വചനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ വളരെ ക്ലാരിറ്റി, കൃത്യത കൊടുക്കണം. പലപ്പോഴും നമ്മൾ നമ്മുടെ ഭാവനയിൽ പലതും ചേർത്ത് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്ക് വചനഗ്രാഹ്യം ഇല്ലാത്ത ആളാണെങ്കിൽ നമ്മുടെ ഈ ഭാവനയിലെ സാധനം അവർ ഒറിജിനലായിട്ട് കേട്ടുകൊണ്ട് പോകും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനത് പറയുന്നത്. ദൈവത്തിന് സ്വാഗതം. ഞാൻ എന്തിനാ ഈ ക്ലെയോപ്പാവിന്റെ കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ക്ലെയോപ്പാവ് നമുക്കറിയാം 12 പേരിലില്ല. അതിനടുത്ത് പേര് പറഞ്ഞ മറ്റ് ഒരാളുടെ കൂട്ടത്തിലും ഇല്ല. പക്ഷെ ഈ 2 പേര് യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ സംഭവം വരെ അറിഞ്ഞിട്ടും അവര് ഇവിടെ നിന്ന് വിട്ടുപോവുകയാണ്. ഉദാഹരണത്തിന് ചർച്ചില് അത്ര പ്രാധാന്യമൊന്നുമില്ല, പിന്മാറ്റക്കാരനെന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരാളെന്ന് വേണേൽ എഴുതിക്കും. കാര്യം ഇയാൾക്കും പേരറിഞ്ഞൂടാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ പുതുതായിട്ട് ചർച്ച വന്നയാള്, കാര്യം ഈ ശിഷ്യന്മാർക്ക് എല്ലാവർക്കും അൽഷൈമേഴ്സ് വരാൻ വഴിയില്ല. പേര് ഉറക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്, എന്നാലും എല്ലാവർക്കും അത് വരാൻ വഴിയില്ല. അപ്പൊ ഈ ആള് അത്ര പ്രശസ്തനല്ലാത്ത ഒരാൾ. ഈ 2 പേർക്ക് വേണ്ടി യേശു ചെലവാക്കിയ സമയം ഒന്ന് ആലോചിച്ചു. ഇവിടെ നമ്മൾ ആ ഇടയനെ കാണുന്നത്. നമ്മൾ ഈ ക്രിസ്തുവിനെ ധരിച്ചേക്കുന്നു എന്നാണ് പറയുന്നത്. കലിതുള്ളി നിൽക്കുന്ന ജീവിത പങ്കാളിയോട് 5 മിനിറ്റ് ക്ഷമിക്കാൻ പോലും വയ്യാത്ത അഭിഷിക്തനാണ് പറയുന്നത്, ഞാൻ യേശുവിന്റെ വാത്സല്യ ശിഷ്യൻ. സൂക്ഷ്മയില്ലാത്തോണ്ടാ ഞാൻ പറയുന്നത്. നമ്മൾ പോകുമ്പോ ചോദിച്ചു നോക്കിയാണ്. ദൈവത്തിന് സ്വാഗതം. അത്ര പ്രശസ്തരല്ലാത്ത 2 പേർക്ക് വേണ്ടി യേശുക്രിസ്തു ചെലവാക്കിയ സമയമാണ്. ദൈവത്തിന് സ്വാഗതം. ഇനി അവര് ആരാന്നറിയാം? 22-ന്റെ 24-ന്റെ 22-24 വായിച്ച അവരതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി 22 വായിച്ചു മതി. ഇനി 24 മതി. ഈ 2 സ്ഥലത്തും അവർ പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിൽ, യേശുവിന്റെ ശിഷ്യഗണങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷേ ആ ശിഷ്യഗണങ്ങളുടെ എണ്ണം നമുക്കൊന്ന് പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ. ഈ പ്രധാനപ്പെട്ട ആർക്കും, ഞാൻ ചുരുക്കമാണ് പറഞ്ഞ, എൻ്റെ ഒരു ഊഹത്തിൽ പറഞ്ഞ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഇവർക്ക് ആർക്കും പേരറിഞ്ഞൂടാത്ത ഒരാൾ ഇതിനകത്തുണ്ടെന്ന് കരുതേണ്ടി വരും. കാര്യം മറ്റേ ക്ലെയോപ്പാവിന്റെ ഭാര്യയുടെ പേര് മറിയെന്ന് വേറെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. യോഹന്നാൻ 19:25 അത് പറഞ്ഞിട്ടുണ്ട്. വേണേ വായിച്ചോ. അതിനുശേഷം സകലവും തിരിഞ്ഞിരിക്കുന്നെന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാക്കുവാൻ എനിക്ക് ദാഹിക്കുന്നെന്ന് പറഞ്ഞു. യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പാവിന്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും 19:25 ആയിരുന്നു കേട്ടോ. നിങ്ങൾ വായിച്ച ശരിയാ? ഇപ്പൊ മനസ്സിലായില്ല ആരാ ഇവർക്ക് വേണ്ടി സമയം ചെലവാക്കിയവനാണ് നമ്മുടെ യേശു. ഞാൻ ഇതിനെ പറഞ്ഞെന്നറിയാം. നമുക്കറിയാം, നമുക്ക് പ്രാർത്ഥിച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച മറുപടി കിട്ടാത്ത ഒരുപാട് വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് യേശുവിനോട് കടന്നല് കുത്തിയ മുഖം കാണിക്കാൻ ഒരു താല്പര്യം തോന്നും. നമുക്കൊരു ദിവസം പ്രാർത്ഥിക്കാതിരിക്കാൻ തോന്നും. നമുക്കൊരു ദിവസം വേദോസം വായിക്കാതിരിക്കാൻ തോന്നും. ഈ ദൈവത്തെ പിൻപറ്റുന്നത് വെറുതെയാണെന്ന് പറയാൻ തോന്നും. മറ്റുള്ളവരോട് പിറുപിറുക്കാൻ തോന്നും. ദൈവത്തിന് സ്വാഗതം. അങ്ങനെ സംശയിക്കാനുള്ളവനല്ല നമ്മുടെ യേശു. അവന്റെ സ്വഭാവം ഈ ലോകത്തിൽ തെളിയിച്ചിട്ട് പോയയാളാണ്. വിശ്വസിക്കാൻ യോഗ്യമായ ഒരാളാണ് നമ്മുടെ യേശു. ദൈവത്തിന് സ്വാഗതം.
അവൻ കാണിച്ചു തന്ന മാതൃക നമ്മൾ ഓർത്തിരിക്കണം. പരീക്ഷയിൽ അകപ്പെടുന്നതിന് മുമ്പ് അത് മുന്നിൽ കണ്ട് സമർപ്പിച്ച് പ്രാർത്ഥനയിൽ സമയം ചെലവാക്കണം. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന പ്രത്യേകം മനസ്സിലാക്കുക. ഞാൻ പല കാര്യങ്ങളും പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതാണ്. പ്രാർത്ഥനയുടെ നമ്മൾ ഉരുവിടുന്ന സംഗതികളല്ല, മറിച്ച് ദൈവവുമായിട്ട് നമ്മൾ സമയം ചെലവാക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. യേശുവിന് ദൈവവുമായിട്ട് സംസാരിക്കാൻ ഒത്തിരി സമയത്തിന്റെ ആവശ്യമൊന്നുമില്ല. അവർ തമ്മിൽ നല്ല ആശയവിനിമയം ഉള്ളവരാണ്. പക്ഷേ ഒരു നാഴികയോളം ആണ് ഓരോ പ്രാർത്ഥനയ്ക്കും ചെലവാക്കിയിട്ട് വന്ന് ഇവരെ വിളിച്ചുണർത്തിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്വാഗതം. പ്രാർത്ഥനയില്ലായ്മ പരാജയത്തെ വിളിച്ചു വരുത്തും പരീക്ഷണത്തിൽ. പത്രോസ് അഭിമുഖീകരിച്ച അതുകൊണ്ടാണ്. അവൻ പരീക്ഷയെ അഭിമുഖീകരിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ പരാജയത്തിലേക്ക് പത്രോസ് എത്തില്ലായിരുന്നു. ഇനി ഞാൻ വ്യക്തിപരമായിട്ട് ചില കാര്യങ്ങളെ കുറിച്ച് 1-2 കാര്യങ്ങളൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഒരു ഉപവാസം എടുക്കാതിരിക്കാൻ മരുന്ന് കഴിക്കുന്നവരെ ഞാൻ ഒഴിവാക്കാം, ശാരീരികമായ ആരോഗ്യമില്ലാത്തവരെ ഒഴിവാക്കാം, 60 വയസ്സിന് മേളിൽ പ്രായമുള്ളവരെ ഒഴിവാക്കാം. ഞാൻ ഉപവസിക്കാതല്ല, അതുകൊണ്ടല്ല. പക്ഷെ നിങ്ങൾക്ക് ലീമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഒരു കാര്യവും ഇല്ലാത്ത ചില ന്യായങ്ങൾ മുമ്പിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നതൊക്കെ പോട്ട് ദൈവവുമായിട്ട് ഒരല്പം സമയം ചെലവാക്കുന്നതോ, സഭയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടിയല്ല, ഈ കൂട്ടത്തിന് വേണ്ടിയല്ല, സാർവലൗകിക ദൈവസഭ, ദൈവം യേശുക്രിസ്തുവിനാൽ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമൂഹത്തിന് വേണ്ടി നിൽക്കാൻ നിങ്ങൾ തീരുമാനിക്കാത്തത് എന്തുകൊണ്ട്? ഇതിന് തീർച്ചയായിട്ടും നിങ്ങൾ അക്കൗണ്ടബിൾ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, നമുക്കൊരു ഭക്ഷണം ഒരുമിച്ച് വെച്ചാൽ തീർച്ചയായിട്ടും നമുക്കൊരു ഉത്സാഹം കാണും. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരു ചെറിയൊരു പാർട്ടി കൂടെ വയ്ക്കാന്ന് വെക്കട്ടെ, എല്ലാവരെയും കൊണ്ടുവരാൻ നമുക്കൊരു ഉത്സാഹം കാണും, വരാൻ എല്ലാവർക്കും ഉത്സാഹം കാണും. എന്നാൽ ശരീരത്തിന് വേണ്ടിയാണ്, ആത്മാവിന് വേണ്ടി പണിയുമ്പോൾ ഈ ഉത്സാഹം ഇല്ലാത്ത എന്തുകൊണ്ടാണ്? എല്ലാ സ്ഥലത്തും ഞാനിത് കാണുന്നുണ്ട്. അല്പം വേദനയുടെ ആണെങ്കിൽ ചിലർക്കൊരു വിചാരമുണ്ട്, ഈ സാധാരണ ഒരു വല്ല വിധേയന് എന്ന് പറഞ്ഞൊരു വാക്ക് ചേർത്ത് എനിക്ക് വല്ല വിധേയന് അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. ഫിലിപ്പിയർ 3:11 വാക്യം വായിക്കണ്ട. വല്ല വിധേയനെ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവൻ്റെ അകത്ത് എല്ലാം ഉപേക്ഷിച്ച് ചവർ എന്ന് എണ്ണുന്നു ഒന്നാളെ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഈ ആൾ ചെയ്യുന്നത് എന്താണെന്നറിയാം? ഈ വല്ല വിധേനയും അങ്ങ് പോകണമെന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്ന ആള് കഴിയുന്നിടത്തോളം എന്തെങ്കിലും കളക്ഷൻ ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കാവുന്ന എല്ലാ ഇടപ്രാർത്ഥനകളും ഉപേക്ഷിക്കും. പറ്റുമെങ്കിൽ ഒരു ന്യായം കിട്ടിയാൽ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയും ഉപേക്ഷിക്കും. ഇങ്ങനെ സകലതും ഉപേക്ഷിച്ച് ആണ് വല്ല വിധനെ അങ്ങ് പോകാൻ നിൽക്കുന്നത്. മനസ്സിലായോ? പക്ഷെ പൗലോസ് അവിടെ പറഞ്ഞ എങ്ങനെയാന്ന് മനസ്സിലായോ? ഈ ലോകത്തിലുള്ളത് മുഴുവൻ ചവറന്ന് എണ്ണിയിട്ട് ഞാൻ ഇതിനു വേണ്ടി ഓടുന്നു, ആ വല്ല വിധേനയും രക്ഷപ്പെടുമെന്ന് വിചാരിച്ചാ. നമുക്കറിയാം, പൗലോസ് വല്ല വിധേന രക്ഷപ്പെടുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടുമെന്ന് എനിക്കൊരു ഉറപ്പില്ല. പൗലോസ് വല്ല വിധേന രക്ഷപ്പെടുന്നു. പൗലോസ് രാജകീയമായിട്ട് പോയാൽ ചിലപ്പോൾ ഞാൻ രക്ഷപ്പെടുമായിരിക്കും വല്ല വിധേന. ഇതാണ് അവസ്ഥ. അത്രയും ചെയ്ത പൗലോസിന്റെ അവസ്ഥ പൗലോസ് സ്വയം വിശേഷിപ്പിക്കുന്നത് വല്ല വിധേനയും ചെല്ലുമെന്ന്. പക്ഷെ അതിന്റെ നേരെ വിപരീതം കാണിച്ചേച്ച് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? വല്ല വിധേനെ നമ്മൾ എത്തണമെന്ന്. ദൈവത്തിന് സ്തോത്രം. ഇനി നിങ്ങൾ ഹൃദയത്തിൽ പ്ലാൻ ചെയ്തത് ആരും അറിഞ്ഞില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ 2 ആഴ്ച മുമ്പ് പറഞ്ഞാണ്, വീണ്ടും വേണേൽ പറഞ്ഞുതരാം. ദൈവം അബ്രഹാമിനെ വിസിറ്റ് ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് ഇനി അതല്ല, ദൈവമല്ല, ദൂതന്മാരാണ് നിങ്ങളുടെ ചർച്ചയിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ വരുന്നതെന്ന് തോന്നുന്നു. അത് 3 ദൂതന്മാരായിക്കോട്ടെ, ദൂതന്മാരെങ്കിൽ ദൂതന്മാർ, സ്വർഗത്തിൽ നിന്ന് 3 പേര് വന്നേന്ന് സമ്മതിക്കും ഇല്ലേ? സമ്മതിച്ചു. അന്നേരം ഇതിലൊരാൾ ഒരു വാർത്ത പറഞ്ഞു, സാറ ഉള്ളുകൊണ്ട് ചുണ്ടനങ്ങിയോ? ഇല്ല. ഇതിലൊരാൾ അതിന്റെ കാരണം കൂടെ പറഞ്ഞു. ചിരിച്ചത് എന്തിനാന്ന് മാത്രമല്ല, ചിരി അകത്താ നടന്നേ, പുറത്തൊരു ശകലം പോലും അനങ്ങിയിട്ടില്ല ചുണ്ട്. ഇതിന്റെ കാരണം കൂടെ ഈ വന്നയാള് പറഞ്ഞു. മനസ്സിലായോ? ഇനി നിങ്ങളുടെ രീതിയിൽ ചിന്തിച്ചാൽ പോലെ ഇത് 3 ദൂതന്മാരാന്ന് വെച്ചോ, അവരുടെ ആ സെൻസിങ് നോക്കിക്ക്.
അവരുടെ സെൻസിങ് ഇതാണെങ്കിൽ അത്യുന്നതമായ ദൈവത്തിന്റെ സെൻസ് എന്തായിരിക്കും? ആ ഡിവൈസ് എത്ര സ്ട്രോങ് ആയിരിക്കും? ഹൃദയത്തിന്റെ ആ മസിൽ ചലിക്കുന്നതിന് മുമ്പേ ഇൻഫർമേഷൻ അവിടെ എത്തും. നമ്മുടെ ചിന്തയിൽ നിന്ന് നമുക്ക് ഒഴിവാകാൻ പറ്റും എന്നാരും വിചാരിക്കരുത്. നമ്മൾ ഗൂഢമായി പ്ലാൻ ചെയ്ത കാര്യം ദൈവം അറിഞ്ഞില്ല, അത് കണക്കി വരത്തില്ല എന്ന് ചിന്തിക്കരുത്. ഇതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. നമ്മൾ എന്തൊക്കെ ചിന്തിച്ചു കൂട്ടി എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതിനെ മുഴുവൻ കാര്യങ്ങൾക്ക് നമ്മളെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ആത്മീയമായ ഒരു തീരുമാനം എടുക്കുന്നതിൽ നിന്ന് എന്തൊക്കെ കാരണം പറഞ്ഞാൽ നമ്മൾ ഒഴിവാകുന്നത്, ആ കാരണങ്ങൾക്കൊക്കെ എന്തുമാത്രം വിലയുണ്ടെന്നുള്ളത് നമ്മൾ സ്വയം തീരുമാനിക്കേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. പരസ്പരമുള്ള നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ക്ഷമിക്കാൻ പ്രയാസമുള്ളത് ലോകത്തിൽ ആരോടാന്നറിയാം? അപ്പൻ രണ്ട് ചീത്ത പറഞ്ഞാൽ ക്ഷമിക്കാൻ പ്രയാസമുള്ള ആരും ഉണ്ടോ? അതൊക്കെ നമ്മളങ്ങ് തട്ടിവിടും. അതൊക്കെ ഇച്ചിരി ആവശ്യമില്ലാത്തതിനെ പറഞ്ഞാൽ പോലും അപ്പനും അമ്മയൊക്കെ പറഞ്ഞാൽ തട്ടിവിടും. ക്ഷമിക്കാൻ പ്രയാസമുള്ള ഒറ്റ അയാളേ ഉള്ളൂ. പ്രിൻസിന് മനസ്സിലാവുന്നില്ല. ഇപ്പൊ മനസ്സിലായില്ലേ കാര്യം? എന്താ? ഇതിനിടയിൽ ദൈവമില്ല, അതുകൊണ്ടാണ്. കാര്യം അവിടെ ആ രണ്ടുപേര് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നില്ല. വിവാഹത്തിലെ പാർട്ട്ണറെ കുറിച്ചാണ് പറഞ്ഞു, ഭാര്യ ഭർത്താവ് ബന്ധത്തെ കുറിച്ചാണ് പറഞ്ഞു. അവിടെ ആ രണ്ടുപേര് മാത്രം സ്വയം പ്രത്യക്ഷപ്പെടുന്നതുകൊണ്ടാണ്. ഇതിനിടയ്ക്ക് ദൈവത്തെ മാത്രം പ്രതിഷ്ഠിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ദൈവം നിങ്ങളെ കാണുന്നുണ്ട് എന്ന് തോന്നിയാൽ നിങ്ങളൊരു സാധാരണ മനുഷ്യനായിത്തീരും. യേശുക്രിസ്തു ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനായിത്തീരും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമുക്ക് ഏറ്റവും പ്രയാസമുള്ള ഒരു സംഗതി അതാണ്. കാര്യം എന്താണെന്നറിയാം? ഈ ലോകം നമ്മളെ പഠിപ്പിക്കുന്നത് വ്യത്യസ്തമായ ഒരു ആശയമായതുകൊണ്ട്. രണ്ടു മൂന്ന് ഫ്രേസ് ഞാൻ പറയാം, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. നീ വെറും പെണ്ണാ. ഇത് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പെൺകോന്തൻ, ഹെൻപെക്ട് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഈ സംഗതികളൊക്കെ വരുന്നത് ഇത് ഈ ഒരു സ്റ്റാൻഡേർഡ് ആരെങ്കിലും തീരുമാനിക്കുക. ഉദാഹരണത്തിന് ഒരു കൂട്ടത്തിൽ എഴുന്നേച്ച് ഒരാൾ റോഡിൽ നിന്ന് വർത്തമാനം പറഞ്ഞു, അയാളെ വീട്ടിൽ പോകണം. നമ്മളപ്പോഴേ അങ്ങ് തീരുമാനിക്കുക ആ നേരത്തെ വീട്ടിൽ കയറുന്നത് ശരിയല്ല എന്ന്. സമൂഹം കയറരുത്. പെൺകോന്തനാകാതിരിക്കാൻ എന്ത് ചെയ്യണം? സമയത്തിന് വീട്ടിൽ പോകരുത്. റോഡ് തെരുവെത്തി നടന്നോണം. പിള്ളേരും അതുപോലെ ആയിക്കോളും. അപ്പോൾ നീ ആരാവും? നീ ഒരു യഥാർത്ഥ പുരുഷനാവും. പുരുഷ കേസരി. ദൈവത്തിന് സ്തോത്രം. അത്യുന്നതനായ ദൈവത്തെ കാണാത്തോണ്ടാണ്, അവന്റെ മഹത്വം അറിയാത്തോണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. അവനാണ് നമ്മളെ ഓരോ സ്ഥലത്തും ആക്കിയിരിക്കുന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കും. നമ്മൾ ആ പറഞ്ഞ മൈൻഡ് സെറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. ഉദാഹരണത്തിന് ഞാൻ ആ പെൺകോന്തൻ എന്ന് പറഞ്ഞ സംഗതി തന്നെ എടുക്കുക. എൻ്റെ ഒരു 4 സുഹൃത്തുക്കളുണ്ടെന്നിരിക്കട്ടെ. ഞാൻ വീട്ടിലോട്ട് പോകണമെന്ന് പറയുമ്പോൾ ഇവരങ്ങനെ പറഞ്ഞു, എനിക്ക് ഭാര്യയെ തന്നത് ആരെന്നുള്ള എൻ്റെ വിശ്വാസം ഞാൻ പറഞ്ഞു നടക്കുന്ന എന്താ? ദൈവം തന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ ബന്ധത്തിന് അക്കൗണ്ടബിലിറ്റി ദൈവത്തോടാണ്, ഈ 4 പേരോടല്ല. ഈ 4 പേര് എൻ്റെ ദൈവത്തെക്കാൾ വലുതായിപ്പോ എനിക്കെന്ത് പറ്റും? ഞാൻ അവിടെ നിൽക്കും. ഈ 4 പേര് എൻ്റെ ദൈവത്തെക്കാൾ ചെറുതാകുമ്പോൾ ഞാൻ അവിടെ നിന്ന് വീട്ടിലോട്ട് പോകും. കാര്യം ഭാര്യയും പിള്ളേരും ഉറങ്ങുന്നതിന് മുമ്പ് പാട്ടുപാടി പ്രാർത്ഥന കഴിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. ആശയം മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഓരോ ബന്ധങ്ങളിലും ഓരോ പ്രതിസന്ധി നേരിടുമ്പോൾ പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ നിലനിൽക്കുന്നുള്ള ബോധ്യമായിപ്പോൾ നമുക്ക് ഓരോന്നിലും ചെയ്യാൻ ദൈവം തന്നുകൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും യേശുക്രിസ്തുവിനെ ഓരോ സ്ഥലത്തും നമ്മൾ പ്രദർശിക്കണം. ഏറ്റവും പ്രയാസമുള്ള രംഗം കുടുംബ ബന്ധത്തിൽ തന്നെ അവിടെ പ്രദർശിക്കണം. ഭാര്യയോട് ക്ഷമിക്കുന്ന അത്ര എളുപ്പമൊന്നുമല്ല. ഭാര്യയുടെ അഹങ്കാരം കണ്ടു നിൽക്കുന്നത് എളുപ്പമല്ല. അതൊക്കെ നമ്മുടെ ഡെഫിനേഷൻ എന്നേ ഉള്ളൂ. അഹങ്കാരം ആയിരിക്കാം. പക്ഷെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത്, അഹങ്കാരം കണ്ടു നിൽക്കാൻ എളുപ്പമല്ല.
കാര്യം എന്താ, നമ്മളെ ഫീഡ് ചെയ്ത ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് നമ്മൾ നിൽക്കുന്നുണ്ടാ. കഴിഞ്ഞ തലമുറയോ അല്ലെങ്കിൽ ഈ ലോകമോ അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങളോ സിനിമകളോ നോവലുകളോ ഒക്കെ നമുക്ക് എഴുതിയും വരച്ചും നമ്മുടെ മുമ്പിൽ കാണിച്ചും ഒക്കെ തന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അത് വിട്ടേച്ച് നേരെ വേദപുസ്തകത്തിന്റെ അകത്തെ സ്റ്റാൻഡേർഡിലേക്ക് പോകാം. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന ആ സ്റ്റാൻഡേർഡിലേക്ക്. യേശുക്രിസ്തു പ്രാർത്ഥിച്ച എന്തിനാണെന്നറിയാം? നാളെ തന്റെ സൃഷ്ടിയിൽ ഒരു ചെറുവിരൽ പോലും അനക്കാതെ കയ്യും കെട്ടി നോക്കിയെന്ന്. ഉദാഹരണത്തിന് ഞാൻ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലൊക്കെ ഇപ്പം പിണറായി വിജയനെ അതായത് എളുപ്പം നമ്മുടെ റോഡിൽ പിണറായി വിജയൻ നിൽക്കുന്ന കണ്ടാൽ നേരിട്ട് എന്ന് ഒരടിയെങ്കിലും കൊടുക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? വെള്ള തുണി വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മുടെ ചോരയിൽ മുക്കി കമ്മ്യൂണിസ്റ്റുകാർ അത് ചുവന്ന പൊടിയാക്കും. ഇതുപോലെ അടുത്ത ദിവസം ക്രൂശിലേക്ക് പോകുമ്പോൾ യേശുക്രിസ്തു വെറുതെ ഒന്ന് നിന്നു കൊടുത്താൽ മതി, ദൂതന്മാര് ആ പട്ടണം ചാരമാക്കും. അത് യേശുക്രിസ്തു ഒരു തവണ പറയുന്നുമുണ്ട്, അല്ലേ? എന്റെ ലോകം ഇതല്ല, ഞാനിവിടെ ഒന്നും പണിയാൻ വന്നതല്ല. തുപ്പുക. നമുക്കറിയാം, നമുക്ക് ഈ ഒരാൾ രണ്ട് ചീത്ത പറഞ്ഞാൽ നമ്മൾ സഹിക്കും. പക്ഷെ ഏറ്റവും സഹിക്കാൻ പ്രയാസമുള്ളത് എന്തുവാ? ഒരു സംഗതി തുപ്പുക എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ അങ്ങ് ഏറ്റവും ഹീനമാക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഇത് കഴിയുമ്പോൾ കണ്ണൊന്നും ഉരുട്ടാതെ നിൽക്കാൻ പറ്റുമോ? ഒന്നും അല്ലെങ്കിൽ അവനെ ഒന്ന് നോക്കിയെങ്കിലും പോവും. ദൈവത്തിന് സ്തോത്രം. എനിക്ക് തോന്നുന്നു യേശു അങ്ങനെ ഒന്ന് നോക്കാമെങ്കിൽ ചിലപ്പോൾ പിശാച് പോലും മറ്റവനെ അടിക്കും. കാര്യം സ്വർഗത്തിന്റെ ഇഷ്ടം പറഞ്ഞാൽ ചെയ്യുന്ന കൂട്ടത്തിലാവും നിൽക്കുന്നു. ഇത് അലപ്പാക്കുക എന്നുള്ള അവരുടെ ആവശ്യം കൂടെയാണ്. ദൈവത്തിന് സ്തോത്രം. ഇതിനു വേണ്ടിയായിരുന്നു ആ പ്രാർത്ഥന. ഈ ഒരു സ്ഥലത്തും ആ സമയത്ത് വന്ന മനുഷ്യൻ പിന്നെ ഒരിക്കലും ഉയരരുത്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്നാണ് നമ്മുടെ സാക്ഷ്യം. എനിക്കൊന്നാ ധരിച്ചിരിക്കുന്നു എന്നുള്ള വാക്ക് മാറ്റണം. നമ്മൾ മിക്കവാറും ഈ ചൂട് സ്ഥലമായതുകൊണ്ട് ഒരുപാട് സമയത്ത് തലക്കായിടുക. നമുക്ക് വേണ്ടി എത്ര പ്രയാസപ്പെട്ടാന്ന് നമുക്കറിയാം. ഇത്രയും കടന്നുപോയൊരു ദൈവം, അധികം പേര് കേൾക്കാത്ത 2 പേർക്ക് വേണ്ടി സമയം ചിലവാക്കാൻ കണ്ടെത്തിയ ഒരു ദൈവം, തന്റെ മാന്യതകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നമുക്ക് മാതൃകകൾ കാണിച്ചു തന്ന ദൈവം. മനസ്സിലായോ? യേശു ഇന്നും മറ്റ് വിവരമില്ലാത്തവരും ആക്ഷേപം കേൾക്കുന്ന പല കാര്യങ്ങളും നമുക്ക് മാതൃക കാണിച്ചു തന്നതുകൊണ്ടുണ്ടായതാണ്. അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ആ പേരും അല്ലെങ്കിൽ ആ ദൈവത്വം ഒക്കെ കുറച്ചുകൂടെ ഉയർന്നു നിൽക്കുമായിരുന്നു അവരുടെ മുമ്പിൽ. അവരിനിയും തിരിച്ചറിവിലേക്ക് വരുമ്പോഴേ അത് മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവത്തെ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ പിൻപറ്റാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്തൃമേശയുടെ സ്തുതിയിലേക്ക്